ക്ഷേത്രങ്ങളിലെ ദീപാരാധനയ്ക്ക് വിവിധ തരത്തിലുള്ള ദീപങ്ങളും പദാർത്ഥങ്ങളുമാണ് ഉപയോഗിക്കുക. മുഖ്യമായി ഉപയോഗിക്കുന്നത് കർപ്പൂരമാണ്. ചാരം അവശേഷിക്കാതെ പൂർണ്ണമായി കത്തിത്തീരുന്നു എന്നതാണ് കർപ്പൂരത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കർപ്പൂരാരതി പൂർണ്ണമായ സമർപ്പണത്തിന്റെ പ്രതീകമാണ്. ഇനി കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച. പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിലെ ശ്രീകാര്യം ജംഗ്ഷന് സമീപം ചാവടിമുക്ക് കവലയിൽ നിന്നും അലത്തറ റോഡിലൂടെ സഞ്ചരിച്ചാൽ അതിപുരാതനമായ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമുക്ക് കാണാം. ഇതാണ് പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ. നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളായ ശ്രീകാര്യം, ചാവടിമുക്ക്, കാര്യവട്ടം, ചേങ്കോട്ടുകോണം പ്രദേശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുമ്പോഴും നഗരത്തിരക്കുകളില്ലാത്ത പ്രശാന്തവും ഭക്തിസാന്ദ്രവുമായ അന്തരീക്ഷം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ. തിരുവനന്തപുരത്തെ മഹാക്ഷേത്രങ്ങളുടെ പ്രൗഢിയോ വലിപ്പമോ ഇല്ലെങ്കിലും ഒരു ക്ഷേത്രത്തിനു വേണ്ട എല്ലാ ഘടകങ്ങളോട് കൂടിയതും വിശ്വാസത്തിന്റെ ശക്തമായ അടിത്തറയുള്ളതും സ്ഥല സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ക്ഷേത്രമാണ് പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പ്രധാന പാതയിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാൻ പടവുകളോട് കൂടിയ പ്രവേശന കവാടം കാണാം. ചുറ്റുമതിലിനകത്തെ വിശാലമായ പ്രദേശത്ത് ക്ഷേത്രോത്സവങ്ങൾക്കും സാംസ്കാരിക പരിപാടികൾക്കും ആവശ്യമായ സ്ഥല സൗകര്യങ്ങളുണ്ട്. തികച്ചും കേരളീയ വാസ്തുരീതിയിൽ പണികഴിപ്പിച്ച ക്ഷേത്രമാണ് പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നമ്മുടെ ഈ ക്ഷേത്രം 1200 പരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. നമ്മൾ ക്ഷേത്രം കാണുമ്പോൾ തന്നെ അറിയാം, പഴക്കം നമുക്ക് അനുഭവപ്പെടും. ഇവിടുത്തെ ഐതിഹ്യം ചെമ്പഴന്തി രാജാവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത്. ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ചോ നിർമ്മാണ കാലത്തെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ചരിത്രരേഖകളില്ലെങ്കിലും ആ പ്രദേശത്തെ ജനതയ്ക്കിടയിൽ കൈമാറി വന്ന വിശ്വാസങ്ങളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നും ചില പ്രാദേശിക ചരിത്രങ്ങളിൽ നിന്നും ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഏതാണ്ട് 1100 വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പഴന്തി രാജാവായ നാരായണരെ കേശവര് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ചെമ്പഴന്തി എന്ന രാജ്യത്തെക്കുറിച്ചോ അത്തരമൊരു രാജാവിനെ കുറിച്ചോ ചരിത്രത്തിൽ എങ്ങും നമുക്ക് കാണാൻ കഴിയില്ല. അച്യുതം കേശവം രാമ നാരായണം കൃഷ്ണ ദാമോദരം വാസുദേവം ഹരി. അച്യുതം കേശവം രാമ നാരായണം കൃഷ്ണ. ഇതിന്റെ ശരി തെറ്റുകൾ വിലയിരുത്തുവാൻ 1100 വർഷങ്ങൾക്ക് പിന്നിലുള്ള കേരള ചരിത്രം നാം അറിയേണ്ടതുണ്ട്. രാമ നാരായണം കൃഷ്ണ ദാമോദരം വാസുദേവം ഹരി. ഭൂതകാല പാതയിലൂടെ 11 നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നടന്നാൽ അക്കാലത്ത് തിരുവിതാംകൂർ എന്ന ഏകീകൃതമായ പ്രബല രാജ്യം രൂപപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് കാണാം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ
അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളും ഭരിച്ചിരുന്നത് നാട്ടുപ്രമാണിമാരായിരുന്നു. അവരെല്ലാം രാജാക്കന്മാരെ പോലെ അധികാരമുള്ളവരും സ്വന്തമായി സൈനിക ശക്തി ഉള്ളവരുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രാദേശിക ഭരണകർത്താവാകണം ചെമ്പഴന്തി ഭരിച്ചിരുന്ന നാരായണര്, കേശവര് എന്ന് അനുമാനിക്കാം. ഒരു ദിനം തന്റെ അധികാര പരിധിയിലുള്ള പ്രദേശങ്ങൾ ചുറ്റിക്കാണാൻ അദ്ദേഹം ഇറങ്ങി. അന്ന് വനമായിരുന്ന ഈ പ്രദേശത്ത് പുലികൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ ഇവിടം പുലിയൂർക്കോട് എന്നറിയപ്പെട്ടിരുന്നു. ഈ കാട്ടുപ്രദേശത്ത് വിശ്രമിക്കുന്നതിനിടയിൽ രാജാവ് മനോഹരമായ ഒരു വേണുനാദം കേൾക്കാനിടയായി. കൊടുങ്കാട്ടിൽ വേണുനാദത്തിന്റെ ഉറവിടം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ ജ്യോതിഷികളെ വരുത്തി പ്രശ്നം നടത്തിയപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി. അതോടെ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. രാജാവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തച്ചന്മാരെയും ശില്പികളെയും വരുത്തി ക്ഷേത്രം നിർമ്മിക്കുകയും വിഗ്രഹം കൊത്തിയുണ്ടാക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകളോളം ചെമ്പഴന്തി തറവാട് വകയായിരുന്ന ക്ഷേത്രം പിന്നീട് ശ്രീകാര്യം പോറ്റിമാരുടെ നിയന്ത്രണത്തിലായി. കാലത്തിനനുസൃതമായ പ്രയാണത്തിനിടയിൽ പല തറവാടുകളും അവയുടെ മേൽക്കോയ്മയും അപ്രത്യക്ഷമായി. അധികാരം ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്ന രീതി വിട്ട് വികേന്ദ്രീകൃതമായി. അത്തരം പരിവർത്തനങ്ങൾ പുലിയൂർക്കോട് ക്ഷേത്രത്തിന്റെ ഭരണരംഗത്തും ദൃശ്യമായി. ഇന്ന് ക്ഷേത്രം ട്രസ്റ്റും ഉപദേശക സമിതിയും എല്ലാം ചേർന്ന് ക്ഷേത്ര ആചാരങ്ങൾ സംരക്ഷിച്ച് ഭരണം നടത്തിവരുന്നു. തികച്ചും സൗമ്യഭാവത്തിലുള്ളവനും അനുഗ്രഹദായകനുമാണ് പുലിയൂർക്കോട് മുരളീധരൻ. തുളസിമാല, വെണ്ണ, നിവേദ്യം, പാൽപ്പായസം എന്നിവയാണ് കൃഷ്ണന്റെ ഇഷ്ടനിവേദ്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ അവയ്ക്കിവിടെയും പ്രാധാന്യമുണ്ട്. ഉദയരവികിരണങ്ങൾ ക്ഷേത്രത്തിൽ വീഴും വണ്ണം കിഴക്ക് ദർശനമായി ദേവൻ കുടികൊള്ളുന്നു. കുംഭത്തിലെ ഉത്രം നാളിലാണ് പ്രതിഷ്ഠാകർമ്മം നടന്നത് എന്നതിനാൽ ഇതിനോടനുബന്ധമായാണ് ക്ഷേത്രോത്സവം നടത്തുന്നത്. അഷ്ടമിരോഹിണി,
വിഷു എന്നിവയും ഇവിടുത്തെ വിശേഷ ദിനങ്ങളാണ്. പുലിയൂർക്കോട് ശ്രീകൃഷ്ണൻ ഏവർക്കും സർവമംഗളവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനടയിൽ നമുക്ക് കൈകൂപ്പാം.